ലാലേട്ടൻ വന്ന ഇന്നലത്തെ എപ്പിസോഡോടുകൂടി എല്ലാവരും പറയുന്നുണ്ട്, ഇതെന്താ അനുമോളെ മാത്രം കോർണർ ചെയ്യുന്നത്, ജിസേലിനോട് ഭയങ്കര സപ്പോർട്ടാണല്ലോ, ജിസേലിന്റെ കൂടെ ലാലേട്ടനും കൂടിയോ, പിന്നെ അങ്ങോട്ട് കുറച്ച് മോശം വാക്കുകളും കൂടി ഉണ്ടേ, അത് ഞാൻ പറയുന്നില്ലായേ. അപ്പോൾ സംഭവം ഞാൻ ഒരു കാര്യം പറയാം. ലാലേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് വർക്ക് ഫ്രം അമേരിക്കയൊക്കെ എടുത്ത് ലാലേട്ടൻ ഈ സീസണിൽ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു ആഴ്ച ഇവരെ കാണണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അനുമോള്. പിന്നെ അനുമോളെ വന്നിട്ട് മോളെ അനുമോളെ നീ എന്തിനാ കരഞ്ഞത്, അയ്യോ ഇങ്ങനെയൊക്കെ കരയാൻ പാടുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അനുമോൾ ചെയ്ത കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അനുമോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് ഞാൻ ഫസ്റ്റ് ലാലേട്ടൻ്റെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷിനോട് ഞാൻ കണ്ട ഒരു കാര്യമാണ്. കാരണം അനീഷ് ചെയ്യുന്ന ആ ഒരു ഗെയിമിനകത്തൊന്നും ഒരു തെറ്റും പറയാനില്ല. അനീഷ് മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അനീഷ് വളരെയധികം പ്രൊവോക്ക് ചെയ്ത് അവിടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിനപ്പുറം മോശമായിട്ടുള്ള, അതായത് ഒരു ഫെയർ ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ അനീഷിനെ പറയാൻ സാധിക്കും. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും ഇതൊക്കെ കയ്യിൽ നിന്ന് പോകും കേട്ടാ. കാരണം എന്ന് വെച്ചാൽ ഒരു 100 ദിവസം ഒന്നിച്ച് ആരൊക്കെയോ കൂടെ നിൽക്കുന്നു. നമുക്ക് ഉറ്റവർ എന്നൊന്നും പറയാൻ പറ്റുന്ന ആൾക്കാരല്ല, ആരോ കുറച്ച് പേരാണ്. സോ അതുകൊണ്ട് തന്നെ അത് കയ്യിൽ നിന്ന് പോകും. ഇനി അനുമോളുടെ കേസിലേക്ക് തന്നെ വരികയാണെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ അനുമോൾ സംസാരിച്ചു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അനുമോളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള അത് ആ ഒരു ക്യാരക്ടറാണ്. കരച്ചിലെന്ന് പറയുന്നത് ആൾക്ക് പെട്ടെന്ന് വിഷമം വരും. അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ആൾ ജീവിതത്തെ അനുഭവിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്ക് കരച്ചിൽ വരും. അത് ആളുടെ ഒരു ലൈഫ് അങ്ങനെ ആയതുകൊണ്ടായിരുന്നിരിക്കാം. കാരണം പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ വീടിന് വേണ്ടി, അമ്മയ്ക്കും അച്ഛനും വേണ്ടി, എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ മക്കളെ പോലെയാണ്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തതാണ്, അവർക്ക് വേണ്ടി അവർ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, ഇതുവരെ ഞാനാണ് നോക്കി ചെയ്യുന്നതെന്ന് ആ ഒരു 30 വയസ്സുകാരി പെൺകുട്ടി അത് പറയണമെങ്കിൽ അവരുടെ ലൈഫ് അത്ര ഈസി ആയിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ആ ഒരു കഷ്ടപ്പാടിൻ്റെ എല്ലാം ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് പോലും അതൊരു പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അനുമോൾ ഇതിനെ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പേയ്മെന്റ് വാങ്ങിക്കുക, ആ പ്രോഗ്രാമിന് റേറ്റിംഗ് കൊടുക്കുക. അതാണ് അനുമോൾ ആ ഒരു സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു ഷോ പോലെ ഒരു കാണുന്ന ഒരു ഷോ മാത്രമാണ് ബിഗ് ബോസ്. പിന്നെ ഇതിനകത്തുള്ളവരൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കം തൊട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ലാലേട്ടൻ വന്ന ഉടനെ ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് സംസാരിച്ചത്. കറക്റ്റായിട്ട് അനുമോളെ കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, അനുമോൾ അങ്ങോട്ട് പോയി അത് തൊട്ടത് തെറ്റ് തന്നെയാണ്. പിന്നെ തൊട്ടു നോക്കിയതാണ് എന്ന് പറയാൻ കഴിയില്ല. ഫിസിക്കൽ അസോൾട്ട് ആകുന്നത് നമ്മൾ ഒരാളോട് ദേഷ്യത്തോടെ തള്ളുക അല്ലെങ്കിൽ ദേഷ്യത്തോടെ അടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഫിസിക്കൽ അസോൾട്ട് ആകും. പക്ഷേ പേഴ്സണലി ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ അയാളുടെ ദേഹത്ത് തൊടുന്നതും തെറ്റാണ്. അതിപ്പം അസോൾട്ടായിട്ടൊന്നും കൺസിഡർ ചെയ്യാൻ കഴിയില്ലെങ്കിലും അത് തെറ്റാണ്. ആ ഒരു തെറ്റ് ഇവിടെ അനുമോൾ ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന ലിപ്സ്റ്റിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് ചുണ്ടിൽ തേച്ചത് തെറ്റാണ്. ആ തെറ്റ് അവിടെ ശൈത്യയും ആദിലയും നൂറയും പറഞ്ഞിട്ടുമുണ്ട്. അവിടെ അങ്ങും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. പിന്നെ പേടിച്ചിട്ട് പറയാതെന്ന് വെച്ചാൽ അനുമോൾ അത് പെട്ടെന്ന് ആ ഒരു കൂട്ടുകെട്ടിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു കൂട്ടുകെട്ട് അവിടെ ഇല്ല. അങ്ങനെ ഒരു അതായത് അനുമോളെ ഈ പറയുന്നവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അനുമോളോട് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ കുറച്ച് കൺട്രോൾ ചെയ്യ്, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ വന്നിട്ട് നീ ലൈഫ് ഒരുമാതിരി പേഴ്സണൽ ലൈഫ് അവിടെ കൊണ്ടുവരാനാണ് അനുമോൾ ശ്രമിക്കുന്നത്. പിന്നെ അനുമോളുടെ ആ ഒരു പ്ലാച്ചിയെ കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പ്ലാച്ചിയും കൊണ്ട് അവിടെ വന്നിട്ട് അയ്യോ ആ പ്ലാച്ചി എടുത്തിട്ട് അടിക്കുന്നേ. അതൊരു പാവക്കുട്ടിയാണ്. അത് പേഴ്സണലി അതിനോടൊരു ഇമോഷൻ അത് അനുമോൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്? അനുമോളെ കൺസിഡർ ചെയ്യുന്നില്ല. അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെയാണോ പ്ലാച്ചിയെ കെട്ടിത്തൂക്കി മോളയിട്ടത്? പ്ലാച്ചിയെ കെട്ടിത്തൂക്കി മോളയിട്ടതിന്റെ പേരിൽ കരയാമെന്നും പറ്റത്തില്ല കേട്ടോ. അത് അനുമോൾക്ക് കരയാം. ബാക്കിയുള്ളവർ ആ ഇമോഷൻസ് കാണിക്കണം എന്ന് ഒരിക്കലും പറയരുത്. നിങ്ങൾ ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുടെ കമന്റ്സിനകത്ത് അയ്യോ ഇന്ന് കണ്ടോ പ്ലാച്ചി അവിടെ കെട്ടിത്തൂക്കി. ആ പ്ലാച്ചി എന്ന് പറഞ്ഞൊരു പാവ എടുത്ത് ആ നട്ടപ്പാതിരാത്രി എടുത്ത് വലിച്ചെറിഞ്ഞത് ഞാൻ കൺസിഡർ ചെയ്തു. അത് ഞാൻ പറഞ്ഞു, അവനൊക്കെ എന്തിന്റെ കേടാണ്, ആ അപ്പാനിക്കൊക്കെ എന്തിന്റെ കേടാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിനപ്പുറം പ്ലാച്ചി ഒരു വൈൽഡ് കാർഡായിട്ട് കയറിയ ആളല്ല. പ്ലാച്ചി ജസ്റ്റ് ഒരു പാവക്കുട്ടി. അത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് ഓർക്കുക. പിന്നെ അനുമോൾ എടുത്ത് ലാലേട്ടൻ ആ ഒരു കേസിന്റെ കാര്യം, അതായത് അടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ കാര്യം സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ജിസേലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ പിടിച്ച് തള്ളിയത് നിങ്ങൾ എന്തർത്ഥത്തിലാണ് തള്ളിയത്? ചെന്ന് വീഴുന്നെടുത്ത് അടുക്കളയാണ്, വല്ല എന്തെങ്കിലും ഒരു ആയുധമോ സംഭവങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അനുമോളുടെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്.
അവിടെ ആ കാര്യം വളരെയധികം കറക്റ്റായിട്ടാണ് ലാലേട്ടൻ അത് സംസാരിച്ചത്. അതിനപ്പുറം ഒരാളെ ഫേവർ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ജിസേല് സംസാരിക്കുകയും ജിസേല് പെരുമാറുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ജിസേല് പ്ലാൻ ചെയ്ത് ഒട്ടും ഓവർ ആകരുത് എന്ന് കരുതി, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ തന്നെ പറയണം, കോൺഷ്യസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജിസേല്. ഒട്ടും കോൺഷ്യസ് അല്ലാതെ ആൾക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഇതൊരു ഗെയിം അല്ലേ, ഇവിടെ ഞാൻ എൻ്റെ റിയൽ ആയിട്ട് നിൽക്കും. ആ റിയൽ ആയിട്ട് നിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളാണ് അനുമോള്. രണ്ടുപേരും തമ്മിൽ രണ്ടറ്റം ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ പഴയ ചില സിനിമകളൊക്കെ ഇന്നെടുത്ത് അതിനെയൊക്കെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ആ പഴയ സിനിമകളിലെ നായികമാരൊക്കെ ഇന്നത്തെ വില്ലത്തികളും പഴയ സിനിമകളിലെ അന്നത്തെ വലിയ വലിയ വില്ലത്തികളൊക്കെ ഇന്നത്തെ നായികമാരുമാണ്. ആ ഒരു കൺസിഡറേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതായത് പണ്ടത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു മോശം കാര്യങ്ങളൊക്കെ ഇന്നത്തെ നല്ല കാര്യങ്ങളാണ്. അതേപോലുള്ള ഡിഫറൻസ് ആണ് അനുമോളും ജിസേലും. അനുമോൾ എന്ന് പറയുന്നത് ഇന്നും ആ ഒരു 90s അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു നാടൻ കൾച്ചറിന്റെ ഭാഗമാണ്. അതൊരു കുലസ്ത്രീ, പലരും ചോദിക്കാറുണ്ട് കുലസ്ത്രീ എന്താണ് എന്നൊക്കെ. അത് വളരെയധികം അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് തനിമ സംസ്കാരം ഇതാണ്. അത് അവരുടെ ഐഡിയോളജി. റെന അനുമോളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഐഡിയോളജി എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ലാലേട്ട. അപ്പം ലാലേട്ടൻ പിന്നെ മിണ്ടാൻ സമ്മതിച്ചില്ല റെനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഐഡിയോളജി അവർക്കില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, ആ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ പറയുന്നില്ലേ, അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി തെറ്റല്ല. അവരുടെ ഒരു ചിന്താഗതി, അവരുടെ ഐഡിയോളജി, ഇപ്പം നമ്മുടെയൊക്കെ അമ്മമാരും നമ്മളെ പോലെ ചിന്തിക്കണമെന്ന് കരുതരുത്. അവർ പഴയ ആൾക്കാരാണ്. അവർ ഇത്ര നാളും ജീവിച്ചില്ലേ, ആ ജീവിച്ചതിനെ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെയാണ് അനുമോള് തെറ്റല്ല. അനുമോളുടെ ജീവിതം, അനുമോളുടെ ചിന്താഗതി, അനുമോളുടെ ഐഡിയോളജി ഒരാളെ ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ. ദൈവവിശ്വാസി എന്ന് പറയുന്നത് പോലും ഒരു തെറ്റല്ല. അവർ വിശ്വസിക്കുന്നതാണ്. ഇനി ദൈവവിശ്വാസി അല്ലാതെ ജീവിക്കുന്നതും തെറ്റല്ല. കാരണം അത് അവരുടെ ചിന്താഗതിയാണ്. അവർക്ക് വേണ്ടേ, അവർക്ക് ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് അവരുടെ ഒരു വിശ്വാസമാണ് ദൈവം ഇല്ല എന്ന് പറയുന്നത്. അതേപോലെ കൺസിഡർ ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളെ. അതാ ഞാൻ പറഞ്ഞത്, ജിസേൽ എന്ന് പറയുന്നത് വേറൊരു എക്സ്റ്റെൻറ്റും അനുമോൾ എന്ന് പറയുന്നത് വേറൊരു എക്സ്റ്റെൻറ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സീസണിൽ ആകെ കൂടി നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കോമ്പറ്റീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് അനുമോളും ഒന്ന് ജിസേലും. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള പോസിറ്റീവ്സ് ആണ്. ഈ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ, നമ്മൾ പറയാറില്ലേ അങ്ങേയറ്റം ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഒന്നിച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ എന്ന്. ഇന്നത്തെ ദിവസത്തെ ലാലേട്ടൻ്റെ ആ ഒരു താല്പര്യം എന്ന് പറയുന്നത് തന്നെ ജിസേല് അനുമോള് ഇവരെ തമ്മിൽ ഒന്ന് ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. കാരണം അടുത്ത ആഴ്ച വൈൽഡ് കാർഡ് വരേണ്ടതാണ്. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ എടുത്തു പറയുകയാണ്, അനുമോളെ ലാലേട്ടൻ അയ്യോ അനുമോളടുത്തൊന്നും പറഞ്ഞില്ലായേ എന്ന് പറഞ്ഞിടന്ന് നിലവിളിക്കുന്നവരോട് പറയുകയാണ്, അനുമോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സപ്പോർട്ടാണ് ലാലേട്ടൻ ഇന്നലെ രാത്രി കൊടുത്തത്. അത് ആ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പറയുന്ന കോർണർ ചെയ്യുമ്പോൾ അവിടെ അനുമോൾ ജയിച്ചിട്ടുണ്ട്. എല്ലാവരെയും, അനുമോളെ മാത്രമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഇന്നലെ അനുമോളോട് ആണ് ലാലേട്ടൻ സംസാരിച്ചത്. പിന്നെ അനുമോളുടെ ഭാഗത്തുനിന്നും ഒരു സംസാരം ഉണ്ടായി. ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് അനുമോൾ ആദിലെടുത്ത് പറയുന്നുണ്ട്, എടി ഞാനിവിടെ കോണ്ടന്റ് കൊടുക്കുന്നില്ലേ, ആ ബിഗ് ബോസ് എന്ന് പറയുന്നതിന് ആ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് അനുമോൾ എങ്ങനെയാണ് അവിടെ ഇരുന്ന് ചിന്തിക്കാൻ കഴിയുക? ആ പറഞ്ഞത് അനുമോള് അങ്ങനെ ഒരു കൺസിഡറേഷനിലാണ് ഇവിടെ വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഈ പുറത്തോട്ട് പോകുന്ന എല്ലാ കോണ്ടന്റും സത്യം പറഞ്ഞാൽ ഒരുമാതിരി കുറെ പാവാട വള്ളികളുടെ കോണ്ടന്റുകളാണ്. അതായത് അക്ബർ, അപ്പാനി, ഈവൻ ഷാനവാസ്, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ജിസേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്കും ഒതുങ്ങുകയാണ്. ഈ പറഞ്ഞ റെന, ബിന്നിയൊക്കെ ഇപ്പോൾ ഒതുങ്ങി. ബെന്നിക്ക് ഒരുപാട് നല്ല വ്യക്തമായ നിലപാടും വ്യക്തമായ ആശയങ്ങളുമുള്ള ഒരു വ്യക്തിയാണ്, സംസാരിക്കാൻ ആശയങ്ങളുള്ള വ്യക്തിയാണ്. പക്ഷേ ജിസേൽ എന്ന് പറയുന്ന ഒരു ചേരിയിലേക്ക് ഒതുങ്ങുകയാണ്. ജിസേലിനെ കുറ്റം പറയുന്നില്ല എന്നല്ല, ജിസേലിനെ കുറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും ഇല്ല, ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പിടിച്ചാലാണ് നല്ലത് എന്ന് കരുതിയിരിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഈ ഒരു സീസണിൽ ഇപ്പം ഈ അനുമോൾ, ജിസേൽ എന്ന് രണ്ട് പേരെ മാറ്റി നിർത്തുകയാണെങ്കിൽ നൂറ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഗെയിമേഴ്സായി മാറിയപ്പോഴത്തേക്കും നൂറയുടേതായ രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും കളിക്കാനും തുടങ്ങി. അവിടെ ചോദ്യം ചെയ്യേണ്ടതിനെയൊക്കെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്.
അതാ ഞാൻ പറഞ്ഞത്, ഈ അനുമോൾ ഇങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ സില്ലി മാറ്റേഴ്സ്, ഫോട്ടോ കത്തിക്കുന്നത് പ്രശ്നം, പാവക്കുട്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, പാവക്കുട്ടി അന്നേരം കീപ്പ് ചെയ്യേണ്ട രീതിയിൽ കീപ്പ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ബിഗ് ബോസ് തന്നെ സത്യം പറഞ്ഞാൽ അനുമോൾക്ക് ആ പാവക്കുട്ടി കൊടുത്തിരിക്കുന്നത് ഇവന്മാരെ എടുത്ത് നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാലേ ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാകത്തോളൂ. അല്ലാതെ അനുമോള് പ്ലാച്ചി എന്ന് പറഞ്ഞ് അവിടെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പാനി വന്ന് താഴെ വന്നിട്ട് ആ പ്ലാച്ചിയെ ചുച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ ഗെയിം അവിടെ നടക്കില്ലല്ലോ. അപ്പം ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ട്രിഗർ ചെയ്യും. ഇത് അനുമോൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ്. അനുമോളുടെ റിയൽ ക്യാരക്ടറിന് പറ്റിയ ഒരു പ്ലേസ് ആണ്. ആളുടെ നിലപാടൊന്നും മാറ്റണ്ട, ആളുടെ ഐഡിയോളജി ഒന്നും മാറ്റണ്ട, പക്ഷേ ഇമോഷണലി സ്ട്രോങ് ആകാൻ ഒരുപാടുണ്ട്. അത് കൂടെ ചിന്തിച്ച് നോക്കുക നിങ്ങൾ. പിന്നെ ലാലേട്ടനോട് അനുമോൾക്ക് എല്ലാം പറയാൻ സാധിച്ചു. അതായത് ഒന്ന് ആ ഒരു കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു അവസരം അനുമോൾക്ക് ലാലേട്ടൻ കൊടുത്തു. എൻ്റെ പ്ലാച്ചി എടുത്ത് അങ്ങനെ ചെയ്തു, എൻ്റെ മേക്കപ്പ് കിറ്റ് എടുത്ത് മാറ്റി. ഈ മേക്കപ്പ് കിറ്റൊക്കെ എടുത്ത് മാറ്റിയ ആര്യൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടല്ലോ, അതിനങ്ങ് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. മോഹൻലാൽ അതൊന്നും ന്യായീകരിക്കുന്നുമില്ല. പക്ഷെ ദിസ് ഇസ് എ ഗെയിം ഷോ, ഇതൊന്നും റിയൽ ലൈഫ് അല്ല. പുറത്തിറങ്ങിയാൽ ഇവർക്ക് ജീവിതമുണ്ട്. ആ റെസ്പെക്റ്റും ആ കാര്യങ്ങളുമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി നോക്കുന്നത്. അപ്പം അതനുസരിച്ച് വേണം നമ്മളും അത് ജഡ്ജ് ചെയ്യാൻ. അല്ലാതെ ജിസേലിനെ പാമ്പർ ചെയ്തു എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല, ഞാൻ അങ്ങനെ പറയില്ല. പിന്നെ ജിസേൽ അത് ശ്രമിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല, അത് ഞാൻ 100% അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.